ഇന്ന് ഫെബ്രുവരി 12 വാലന്റൈൻ ആഴ്ച പ്രമാണിച്ച് ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടേത് ഉൾപ്പെടെ 7 OTT അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ജയം രവി, നിത്യമേനോൻ തുടങ്ങിയവർ അഭിനയിച്ച കാതലിക്ക നേരമില്ലേ എന്ന തമിഴ് സിനിമയുടെ OTT അപ്ഡേറ്റ് ആണ്. ചിത്രം അങ്ങനെ OTT റിലീസ് ആയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, മലയാളം, തെലുഗു, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഇപ്പോൾ സിനിമ ലഭ്യമാണ്. 2 മണിക്കൂർ 20 മിനിറ്റാണ് സിനിമയുടെ OTT ഡ്യൂറേഷൻ. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ഡീസന്റ് ടു പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായതാണെങ്കിലും തിയേറ്ററുകളിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ. രണ്ടാമത്തേത് ഇന്ന് OTT റിലീസ് ചെയ്ത ആമസോൺ പ്രൈമിൻ്റെ ഒരു സീരീസ് അപ്ഡേറ്റ് ആണ്. സ്വീറ്റ് ഹാർട്ട്സ് എന്നാണ് സീരീസിൻ്റെ പേര്. ഇംഗ്ലീഷ് ഭാഷയിലെ സീരീസ് ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. ഡയറക്റ്റ് OTT റിലീസിന് ഒരുക്കുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ഈ ആഴ്ചയിലെ ഹിന്ദി സിനിമയാണ് ധൂം ധാം. ഫെബ്രുവരി 14 വാലന്റൈൻ ദിനത്തിൽ യാമി ഗൗതം നായികവേഷത്തിലെത്തിയ ഈ ഹിന്ദി സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ആകുന്നതാണ്. അടുത്തതൊരു തമിഴ് OTT സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസിന് ഒരുക്കുന്ന സീരീസിന്റെ പേര് മധുരൈ പയ്യനും ചെന്നൈ പൊണ്ണും എന്നാണ്. ഫെബ്രുവരി 14 സീരീസ് ലഭ്യമാകുന്നതാണ്. ധൂംധാം കൂടാതെ ഒരു ഹിന്ദി ഡയറക്റ്റ് OTT സിനിമ കൂടി ആഴ്ച OTT റിലീസ് ചെയ്യുന്നു. അത് PR ടെസ്റ്റിംഗ് എന്ന സിനിമയാണ്. ചിത്രം ഹിന്ദി ഭാഷയിൽ C5ലൂടെ ഫെബ്രുവരി 14 ലഭ്യമാകുന്നതാണ്. ഇന്ന് ആമസോൺ പ്രൈമിൻ്റെ ഒരു സീരീസിൻ്റെ ഒരു പുതിയ സീസൺ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ദി വീൽ ഓഫ് ടൈം എന്നാണ് സീരീസിൻ്റെ പേര്. ഈ സീരീസിൻ്റെ പുതിയ സീസൺ മാർച്ച് 13 OTT റിലീസായിട്ട് ആമസോൺ പ്രൈമിൽ ലഭ്യമാകുന്നതാണ്. അവസാനത്തേത് ഒരുപാട് മലയാളികൾ കാത്തിരിക്കുന്ന പ്രണയ ദിനത്തിലെ വയലൻസ് നിറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഉണ്ണി മുകുന്ദൻ്റെ 100 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത മാർക്കോ അങ്ങനെ ഫെബ്രുവരി 14 OTT റിലീസ് ചെയ്യുമെന്നാണ് സോണി ലിവ് അറിയിച്ചതെങ്കിൽ പോലും അവരുടെ പതിവ് സിനിമകളുടെ അതേ രീതിയിൽ ഒരു ദിവസം മുന്നേ നാളെ ഫെബ്രുവരി 13 വൈകിട്ട് 6 മണിക്കോ 7 മണിക്കോ സിനിമ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില സോണി ലിവ് സിനിമകൾ ഉച്ചയ്ക്കും റിലീസ് ചെയ്ത ചരിത്രമുണ്ടെങ്കിൽ പോലും മാർക്കോ വൈകിട്ട് തന്നെയാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഹിന്ദി ഒഴികെയുള്ള മലയാളം ഉൾപ്പെടെയുള്ള പാനന്തം ഭാഷകളിൽ സിനിമ ലഭ്യമാകുന്നതാണ്.